എല്ലാവർക്കും മമ്മൂസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാഴ്ച പരിമിതർക്ക് സ്വന്തമായി ഫോൺ ഉപയോഗമൊക്കെ കൊണ്ട് ന്യൂസ് റീഡ് ചെയ്യാനും ഒപ്പം ഓഡിയോ കേൾക്കാനും സാധിക്കുന്ന സ്ക്രീൻ റീഡർ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആക്സസിബിൾ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് കാഴ്ച എന്നാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഒപ്പം ഇത് നിലവിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അധികം പറഞ്ഞ് നിരൂപിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആയതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാഴ്ചയുടെ ഇൻ്റർഫേസ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ കാഴ്ച ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. Search, edit, voice search, more option, capture, column 1, in grid, 1 row, 3 columns. Double tap to activate, double tap and hold to long press, capture. Okay. Window 00, enter newsroom button, window capture. Double tap to activate, double tap and hold to long press. Enter newsroom കാണാം. അതിൽ ഡബിൾ ടാപ്പ് ചെയ്യുക. Capture. ഓക്കെ, ഇപ്പോൾ കാഴ്ചയുടെ ഇന്നത്തെ ഡേറ്റ് ആണ് കാണിക്കുന്നത്. Monday, 25th of November 2024. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓരോന്ന് റൈറ്റ് ചെയ്ത് ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ നമുക്ക് നോക്കാം, എന്നിട്ട് കാര്യങ്ങൾ പറയാം. ഏതൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും മേളിലെ സെറ്റിങ്സിലേക്കൊക്കെ പോകാനുള്ള ഒരു മെനു ആണിത്. ഇതൊക്കെ നമുക്ക് വിശദമായി പരിചയപ്പെടാം. കാറ്റഗറി, നമ്മൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൽ പല കാറ്റഗറി ഉണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഇൻ്റർഫേസ് ഒക്കെ ഒന്ന് പരിചയപ്പെട്ട ശേഷം ഈ ഒരു കാര്യത്തിലേക്കൊക്കെ വരാം. ഓക്കെ, അടുത്തത് പ്രീവിയസ് ഡേറ്റ്. ഇപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് 25-ാം തീയതിത്തെ ന്യൂസാണ്. നമുക്ക് 24-ാം തീയതിത്തെ ന്യൂസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്താൽ 24-ാം തീയതിത്തെ ന്യൂസ് വരും. നെക്സ്റ്റ് ഡേറ്റ്, നാളത്തെ ന്യൂസ് 26-ാം തീയതിത്തെ ന്യൂസ് കേൾക്കാനായിട്ട്. പക്ഷേ അത് എത്രത്തോളം പ്രോപ്പറാവുമെന്ന് അറിയില്ല, കാരണം ന്യൂസ് പേപ്പറൊന്നും നാളത്തെ ഇന്ന് തന്നെ കൊടുക്കണ പരിപാടി അത് എത്രത്തോളം പ്രോപ്പറാണെന്നറിയില്ല. ചില സമയത്ത് വരുമായിരിക്കും, അതുകൊണ്ടായിരിക്കണമല്ലോ. എനിക്ക് അതിങ്ങനെ ഈ ഓപ്ഷൻ യൂസ് ചെയ്യാറില്ല. അടുത്ത് നോക്കാം. കലണ്ടർ. ഈ ഒരു ഇപ്പം നമുക്ക് ചിലപ്പോൾ 1-ാം തീയതിയിലത്തെ ന്യൂസിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് അടിച്ചടിച്ച് പോകേണ്ട ആവശ്യമില്ല. ഈ കലണ്ടറിൽ പോയിട്ട് 1 ടിക്ക് ചെയ്തിട്ട് ഏത് മാസം ഏത് വർഷം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലുള്ള ന്യൂസുകൾ കാണിക്കും. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓരോ ന്യൂസ് ഹെഡിങ്സ് ആണ്. ഡബിൾ ടാപ്പ് ചെയ്താൽ ഡൗൺലോഡ് ചെയ്ത് കേൾക്കാവുന്നതാണ്. ഞങ്ങൾക്ക് താഴത്തെ ടാബുകൾ ഏതൊക്കെ നോക്കാം. ഓഡിയോ ന്യൂസ് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓഡിയോയും അതുപോലെ വായിക്കാനുള്ള സംവിധാനവും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓഡിയോ കേൾക്കാനുള്ള പേജിലാണുള്ളത്. നമുക്കൊന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാം. ഓക്കെ, ലൈവ് ന്യൂസ്. ഇതിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒപ്പം നമുക്ക് ഈ ഇത് ടോക്ക് ബാക്ക് സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് വായിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിലേക്ക് കയറുന്നു. ഓക്കെ, ലാംഗ്വേജ് എന്നൊരു പുതിയ കോംബോ ബോക്സ് വന്നിട്ടുണ്ട്. കാറ്റഗറിക്ക് മുമ്പായിട്ട് ലാംഗ്വേജിയുടെ മലയാളമാണ് ടിക്ക്. ഓക്കെ, കാറ്റഗറി പഴയ പോലെ ഉണ്ട്. ഓക്കെ, അതായത് അതിനുശേഷം കലണ്ടർ, പ്രീവിയസ് ഡേറ്റ്, നെക്സ്റ്റ് ഡേറ്റ് ഒന്നും ഈ ഒരു ഓപ്ഷനിലില്ല. നമുക്ക് നേരെ ന്യൂസ് ഹെഡിങ്സ് ആണ്. നമുക്ക് ഇതിലൊന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് വായിച്ചു നോക്കാം. ഓക്കെ, ഇതൊരു കോൺഗ്രസിനെ കുറിച്ചുള്ള ഒരു ന്യൂസാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് വായിക്കാം. ഓക്കെ, അപ്പം എങ്ങനെ അടുത്ത ടാബ് നോക്കാം. ഓക്കെ, മാഗസീൻസ്. മൂവീസിനുള്ളൊരു കമ്പോ ബോക്സ് ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് തൽക്കാലം മൂവീസിനാണ് നോക്കാം. ഡേറ്റ് ഒന്ന് വാങ്ങി മാറ്റാം. തൽക്കാലം ഏപ്രിൽ തന്നെ കടന്നു. ഞാൻ ഒരു മാഗസീൻ കേട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പ്ലേ ചെയ്തൊരു
ഇതാണ് കഴിഞ്ഞ തവണ. അപ്പം അതിവിടെ പോസ് ആക്കാനും പ്ലേ ആക്കാനുള്ള ഓപ്ഷൻസ് Rewind. ഇവിടെ ഉണ്ട്. Next button. നമുക്ക് അടുത്ത് 0:30. വേണമെങ്കിൽ വേറെ Collapse. ഒരെണ്ണം Super വായിച്ചു collapse. നോക്കാം. Expanded. ഭീഷ്മദർഭം സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി എത്തിയ തെലുങ്ക് താരമനസൂയ ഭരദ്വാജിന്റെ വിശേഷങ്ങൾ. ഭീഷ്മദർഭം സിനിമയുടെ മഹാവിജയം. കണ്ടോ? നമുക്കിനി ഏതായാലും ഒരു ന്യൂസ് ഒന്ന് കേട്ട് നോക്കിയതിന് ശേഷം ബാക്കി സെറ്റിങ്സ് ഒക്കെ പരിചയപ്പെടുത്താം. Selected audio news. ഓഡിയോ ന്യൂസ് ടാബിലേക്ക് വരുന്നു. അതിന് മുമ്പ് എൻ്റെ സൗണ്ടിൻ്റെ Quick settings. ന്യൂസ് Off. Selected. Not select. On. Do not. Off. On. Exercise. On. Off. ഓക്കെ, ഇനി നമുക്ക് Cache. ആ ഒരു ന്യൂസ് വായിച്ചു നോക്കാം. Calendar. Sydneyയിൽ നിന്ന് സുന്ദര സന്ദേശം. Downloaded 100% of 1.91 MB. Double tap. നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്ത് Double tap to പ്ലേ activate. ഓപ്ഷൻ ആണ്. അതിൽ ഡബിൾ ടാപ്പ്. 2024 നവംബർ 25 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സിഡ്നിയിൽ നിന്നൊരു സുന്ദര സന്ദേശം. എ ഷംസീർ എഴുതുന്നു. ആസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ തീരത്തുള്ള Play button. പോസ് ചെയ്യാണ്. Double tap ഇനി to ഇതിൽ activate. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. Rewind button. Double റിവൈൻഡ്, tap to activate. Forward button. ഫോർവേഡ്, Double 5% seek audio slider. ഇത് Swipe up സ്ലൈഡർ or ആണ്. swipe down to ഇങ്ങനെ adjust labels 100 available. Use double എത്തിക്കാം. tap. Slow button. Double സ്ലോ, tap to activate. അതായത് സ്ലോ ഓർ ഫാസ്റ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ്. Fast button. ഫാസ്റ്റ്, Double previous button. പ്രീവിയസ്. Double tap to activate. നമ്മൾ ഫസ്റ്റ് ന്യൂസ് ആയതുകൊണ്ട് പ്രീവിയസ് അടിച്ചിട്ട് കാര്യമില്ല. നെക്സ്റ്റ് ഉണ്ട്. Next button. ഓക്കെ, Double tap നെക്സ്റ്റ് to അടിച്ചാൽ activate. അടുത്ത ന്യൂസിലേക്ക് പോകും. Share button. ഷെയർ, Double tap to activate. ഈ ഒരു ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ല, പകരം ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. Bookmark button. Double tap to activate. ബുക്ക് മാർക്ക്, അതായത് നമുക്ക് ഈ ഒരു ന്യൂസ് ഒരു ബുക്ക് മാർക്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ബുക്ക് മാർക്ക് ലിസ്റ്റ് ഈ ന്യൂസിന് ശേഷം നമുക്ക് കാണിക്കാം. Sleep button. Double tap to activate. സ്ലീപ്പ് ഓപ്ഷൻ, Close button. ക്ലോസ്. Double അവിടെ tap to ക്ലോസ് activate. അടിക്കുകയാണ്. Capture. ഓക്കെ, ഇനി Double നമുക്ക് tap to 3 activate. Double ഡോട്ട്സ് tap. ഒന്ന് Monday. നോക്കാം. More options button. ഓക്കെ, മോർ Double tap ഓപ്ഷൻസ് to activate. Double tap and hold to long press. Pop up window. Double Fast download. setting. App user manual. Double tap to activate. യൂസർ മാനുവൽ, ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. ഏകദേശം 15 to 20 മിനിറ്റ്സോളം നീണ്ട ഒരു സ്ക്രീൻ റീഡറോടെ പറയുന്ന ഒരു വോയിസ് വീഡിയോ ആണ്. അടുത്ത് നോക്കാം. Download status. ഡൗൺലോഡ് to activate. സ്റ്റാറ്റസ്. നമ്മുടെ ഇപ്പോൾ കുറേ ന്യൂസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് ഡൗൺലോഡ് ആകാതെ അത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ഒക്കെ അത് നമ്മൾ അധികം ഞാൻ ഇപ്പം അതൊന്നും നോക്കാറൊന്നുമില്ല. ഓക്കെ, Change settings. ചേഞ്ച് Double tap to activate. സെറ്റിങ്സ്. നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെറ്റിംഗ് ഓരോ നോക്കാം. Storage duration 6 months. Capture. Okay, Double tap to first change. തന്നെ Capture. Default tab. Audio news. Drop down menu. Double tap to ഡിഫോൾട്ട് change. ടാബ്, അതായത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ വരുന്നത് എന്തിട്ടാണ് ഓഡിയോ ന്യൂസ് എന്ന ടാബിലാണ്. അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാറ്റാം. Pop up window. Double live news. ലൈവ് Double ന്യൂസ്, magazines. മാഗസിൻ. Out of list. എനിക്ക് തൽക്കാലം ഓഡിയോ Capture. ന്യൂസിന് Double മതി. tap. Pause audio player. Pause only. Drop down menu. ഓഡിയോ Double tap to പ്ലെയർ. change. നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോസ് ആവുമല്ലോ ഇടയ്ക്ക് നമ്മൾ പോസ് ബട്ടൺ അമർത്തുമ്പോൾ. അതല്ലാതെ കോൾ വരുമ്പം മാത്രമാണ് ഇതിപ്പോൾ പോസ് ആവുള്ളൂ. വേറെ എന്താ ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. Pop up window. Calls and talkback. Double tap to select. കോൾസ് ആൻഡ് ടോക്ക് ബാക്ക്, അതായത് നമ്മുടെ കോൾസ് വരുമ്പോഴും അതുകൂടാതെ ടോക്ക് ബാക്ക് സ്ക്രീൻ റീഡർ എന്തെങ്കിലും വായിക്കുകയാണെങ്കിലോ ഈ ഒരു ന്യൂസ് പോസ് ആവുമെന്നാണ് പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ അധികാര്യം നമുക്ക് കാരാണ്ട് സ്ക്രീനിൽ തട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ഓഫായി പോകും. ഓക്കെ, തൽക്കാലം അത് തന്നെ കിടന്നോട്ടെ. Audio grouping method. News category. Drop down menu. Double tap to ന്യൂസ് change. കാറ്റഗറി, ഇത് തൽക്കാലം കടങ്ങളൊക്കെ കാര്യം നമുക്ക് മെയിൻ ഓപ്ഷൻ ഓഡിയോ ടാബിൽ നിന്ന് തന്നെ സ്വിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. Audio share method. Audio file. Drop down menu. Double tap to change. നമ്മൾ നേരത്തെ ന്യൂസ് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടിരുന്നു, ഷെയർ എന്ന് പറഞ്ഞിട്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ആയിട്ടാണോ ഷെയർ ചെയ്യേണ്ടത്? ഇനി വേറെ ഓപ്ഷൻസ് നോക്കാം. Pop up window. Double ഓഡിയോ tap to ആണ് select. ആദ്യം സെലക്ട് ചെയ്ത് കിടക്കുന്നത്. Audio file link. ഓഡിയോ Double tap to ഫയൽ select. ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്യണോ? News page link. ന്യൂസ് Double tap to പേജിൽ select. ഈ ഒരു ന്യൂസ് പേജിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. തൽക്കാലം ഓഡിയോ തന്നെ കിടന്നോട്ടെ. Capture. Double storage duration 6 months. Drop down menu. സ്റ്റോറേജ് ഡ്യൂറേഷൻ, നമ്മൾ ഏതെങ്കിലും ന്യൂസൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റോറേജ് ഡ്യൂറേഷൻ എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ 6 മന്താണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തന്നെ മതി. Ticked. Keep screen on. Tick box. Double tap to toggle. നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ ഓഫ് ആവാതിരിക്കാനുള്ള ഓപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. Not ticked. Auto download news. Tick box. Double tap to toggle. ഓട്ടോ ഡൗൺലോഡ് ന്യൂസ്, നമ്മൾ വൈഫൈ അറിയാതെ ഓണാക്കുമ്പോൾ തന്നെ ഇന്നത്തെ ന്യൂസ് മുഴുവൻ ഡൗൺലോഡ് ആകണോ? അത് എനിക്ക് അത്ര താല്പര്യമില്ല. കാരണം നമ്മൾ മാനുവലി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ന്യൂസൊക്കെ ഇപ്പോൾ 100 കണക്കിന് ന്യൂസ് ഉണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നെറ്റ് പോകുന്ന പരിപാടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കാം. Not ticked. Autoplay news. Tick box. Double tap to toggle. ഓട്ടോ പ്ലേ ന്യൂസ്, ഇതും ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം നമ്മളൊരു ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ന്യൂസിലേക്ക് പോകുന്ന ഓപ്ഷനാണ്.
അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കണ്ട. ഓക്കെ, Ticked. Show calendar button. Tick box. Double tap to toggle. നമ്മുടെ ഓഡിയോ ന്യൂസ് ടാബിൽ കണ്ടിരുന്നു പ്രീവിയസ്, നെക്സ്റ്റ്, കലണ്ടർ എന്നീ 3 ഓപ്ഷൻസ്. ഇത് 3ഉം വേണോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തൽക്കാലം വേണം. Ticked. Show bookmark button. Tick box. ഷോ Double tap to toggle. ബുക്ക് മാർക്ക് ബട്ടൺ, അതായത് നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടിരുന്നു ബുക്ക് മാർക്ക് എന്നൊരു ഓപ്ഷൻ. അത് വേണമെന്നാണ് ചോദിക്കുന്നത്. വേണം. Ticked. Include share button in player. Tick box. Double tap to toggle. ഇൻക്ലൂഡ് ഷെയർ ബട്ടൺ ഇൻ, അതായത് നമ്മൾ ന്യൂസ് കേൾക്കുമ്പോൾ അവിടെ ഷെയർ എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടായിരുന്നില്ലേ, അത് വേണമെന്നാണ് ചോദിക്കുന്നത്. അതും വേണം. Ticked. Command play pause buttons. Tick box. Double tap to toggle. നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ആ ഒരു മെനു കാണിച്ചു തരുന്ന സമയത്ത് ഞാൻ പ്ലേ പോസ് ചെയ്തിരുന്നു, അതായത് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുന്നതിനിടെ പോസ് ചെയ്തിരുന്നു. ആ ബട്ടൺ വേണമെന്നാണ് ചോദിക്കുന്നത്. അതും വേണം. Ticked. Show speed controls. Tick box. Double tap to toggle. സ്പീഡ് കൺട്രോൾസ് വേണമെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുമ്പോൾ സ്ക്രീൻ റീഡർ ഉപയോഗിക്കുന്നതൊക്കെ അറിയാം. നമ്മൾ ഒരു സ്ലൈഡർ ഉണ്ട്, 1 2 3, അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ഫോർവേഡും ബാക്ക്വേർഡും ഒക്കെ പോകാനുള്ള ഓപ്ഷനാണ്. അപ്പിലേക്കും ഡൗണിലേക്കും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ സ്ലൈഡർ അഡ്ജസ്റ്റ് ആവുന്നത്. അത് വേണമെന്നാണ്. അതും വേണം. Ticked. Show sleep button. Tick box. ഷോ Double tap to toggle. സ്ലീപ്പ് ബട്ടൺ, ഇത് വേണമെങ്കിൽ മതി. ഞാൻ തൽക്കാലം അത് അൺടിക്കാണ്. Not ticked. ഓക്കെ. Ticked. Show slider in player. Tick box. Double tap to toggle. ഷോ സ്ലൈഡർ ഇൻ പ്ലെയർ, അതും നേരത്തെ പോലെ കടന്നോട്ടെ. Not ticked. Skip first 4 seconds. Tick box. Double tap to toggle. സ്കിപ്പ് ഫസ്റ്റ് 5 സെക്കൻഡ്സ്, അതായത് നമ്മൾ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ 5 സെക്കൻഡ്സ് സ്കിപ്പ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് തൽക്കാലം അൺടിക്ക് ചെയ്യുന്നതാണ് നല്ലത്. App info button. ആപ്പ് ഇൻഫോ, Double tap to activate. ഈ ആപ്പിലേക്ക് ഏതൊരു ആപ്പിനും ആപ്പ് ഇൻഫോയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഈ ആപ്പിൻ്റെ ആപ്പ് ഇൻഫോയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ സെറ്റിങ്സിൽ നിന്നുണ്ട്. അടുത്ത് നോക്കാം. Close button. Double tap to activate. ക്ലോസ് ബട്ടൺ, ഇത് കൊടുക്കുന്നതോടെ സെറ്റിങ്സ് ക്ലോസ് ആവുന്നതായിരിക്കും. ഞാൻ ക്ലോസ് ചെയ്യുന്നു. Ticked. Show speed. Close button. Cache. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ More നോക്കാം. option. Pop-up window. Download status. Double tap to Download status. change set. Read bookmarks. റീഡ് Double ബുക്ക് tap to മാർക്ക്, activate. നമ്മൾ കൊടുത്തുള്ള ബുക്ക് മാർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ ലിസ്റ്റ് കാണാനുള്ള ഓപ്ഷനാണ്. Cache. നിലവിൽ Unnuku alaga nubo badi. Downloaded 100% of. Didotke. Vismaya maya lahtiya jividam. Download. Okay. Sidni ninna usundra sandesham. Okay. Wadana kallara ilmara niuna mudra mammigal. Okay. Download. Adi kapole kera palanyal. ഈ ഒരു 5 ന്യൂസുകൾക്കാണ് ഞാൻ ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അടുത്തത് ക്ലോസ് ചെയ്യുന്നു. Cache. Double tap. അടുത്ത ഓപ്ഷൻ Pop-up നോക്കാം. window. Download. Change. Read book. Share cache app. ഷെയർ Double tap to കാഴ്ച, activate. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഏതൊരു സോഷ്യൽ മീഡിയയിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് ആർക്ക് ഷെയർ ചെയ്യണമെന്ന് അടുത്ത് സെൻഡ് അടിച്ചാൽ അത് സെൻഡ് ആയിക്കോളും. ഡയറക്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. About cache app. അബൌട്ട് Double tap to കാഴ്ച activate. ആപ്പ്, ഈ ഒരു ആപ്പിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകാനും അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ അറിയാനുള്ള ഓപ്ഷനാണ്. ഞാൻ വെബ്സൈറ്റിലേക്ക് പോയി കാണിച്ചു തരാം. Cache. കണ്ടോ, ഇതാണ് Logo സൈറ്റ്. blue graphic. Installed about cache. അബൌട്ട് കാഴ്ച എന്ന ഹെഡിങ് ഉണ്ട്. Installed version 5.0. ഇൻസ്റ്റാൾഡ് വേർഷൻ 5.0. About cache. Web view. അബൌട്ട് കാഴ്ച വെബ്. Better drive and room 695,000 ph 0 fax 3 chief editor people online queries cache world's first bilingual voice enabled newsroom for the differently abled reading a newspaper with app കണ്ടോ, ന്യൂസിങ് ഏറിയബിൾ, അങ്ങനെ ആപ്പിനെ പറ്റിയുള്ള ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് സമ്മറി. double tap to activate double tap അടുത്ത് pop നോക്കാം. up download set change set read book share cache about cache send feedback സെൻഡ് double tap to ഫീഡ്ബാക്ക് activate നമുക്കിപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആപ്പൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് നല്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് അയക്കാം. ഓക്കെ, എത്രയാണ് ഈ മെനുവിലുള്ളത്? ഓക്കെ, നമുക്ക് ലാസ്റ്റായിട്ട് ഞാൻ പ്രീവിയസ് ഡേറ്റ് നെക്സ്റ്റ് ഡേറ്റും കൂടി ഒന്ന് കാണിച്ചു തരാം. പ്രീവിയസ് ഡേറ്റ് എടുക്കുകയാണ്. previous date cache പ്രീവിയസ് ഡേറ്റ് adi kapole kera palanyal downloaded 100 category all Sunday 24th of November 2000 നേരത്തെ വേണ്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 25th എന്ന് പറഞ്ഞിരുന്നിടത്ത് ഇപ്പോൾ 24th എന്നാണ് കാണിക്കുന്നത്. അതായത് സൺഡേ, ഇവിടെ മൺഡേ എന്ന് പറഞ്ഞിടത്ത് സൺഡേ ആണ് കാണിക്കുന്നത്. അതായത് ഡേറ്റ് ഒരു ദിവസം പിന്നോട്ട് പോയി, അതാണ് സംഭവിച്ചത്. നെക്സ്റ്റ് അടിച്ചോ. adi kapole next day cache more option Monday 25th of November 2024 മാറി. 2024 മൺഡേ 25 തീയതി നവംബർ എന്നായിട്ടുണ്ട്. more options category previous day next calendar button കലണ്ടർ എടുക്കുക. 25 double tap to change 25 ആണ് സെലക്ട് ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് ഏത് ഡേറ്റാണ് വേണ്ടത്, ഏത് മാസമാണ്, ഏത് വർഷമാണെന്നും കൂടി കൊടുത്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിലേക്ക് മാറും. നെക്സ്റ്റ് കാണിച്ചു തരാം. pop-up window 223 show 24 23 21 20 showing items 13 to 22 of 30 double ഓക്കെ, selected 15 double 15 tap to select കൊടുക്കുകയാണ്. 15 അപ്പം month November മന്ത് pop-up window June
Double ജൂൺ tap. കൊടുക്കുകയാണ്. 15. Year 2024. ഇയർ Pop-up window. 2022 Double കൊടുക്കുക. 2019. Double tap to see. 2018. Showing item 2020. 2022. ഓക്കെ Double tap to select. ഓക്കെ OK അടിക്കുകയാണ്. button. Cash ഇവിടെ category. All നോക്കുകയാണെങ്കിൽ categories. Showing കാണാം. items. ഡേറ്റ് Mono. വെക്കാം. Wednesday 15th of June 2022. കണ്ട 2022 ജൂൺ 15 ബുധനാഴ്ചത്തെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ എനിക്ക് കലണ്ടർ യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് മെയിനായിട്ട് ഈ ആപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വളരെ നന്നായിട്ട് എനിക്ക് തോന്നിയ ആപ്ലിക്കേഷൻ, വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുകയാണെങ്കിൽ മറക്കരുത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ വെയിറ്റ് ചെയ്യും.